ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ അക്കോണം വാർഡിലെ കല്ലുമല കുഴിയം പ്രദേശം ഒരു ഒരു കോളനിയും അതുപോലെ തന്നെ ജനങ്ങൾ അധിവസിക്കുന്നതുമായിട്ടുള്ള ഒരു 180ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് 2014 ഒരു പാറഖനനം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യവസായ ഗ്രൂപ്പ് കടന്നു വരികയും അവർ ഇവിടെ സ്ഥലങ്ങൾ കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി തുച്ഛമായ സ്ഥലത്ത് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് ഖനനം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം, ഇത് എല്ലാവിധ നിയമ വ്യവസ്ഥതകളെയും ലംഘിച്ചുകൊണ്ട് ഒരു അനുമതി ലഭ്യമാക്കിക്കൊണ്ട് അവിടെ പാറഖനനം ആരംഭിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസുകളിൽ അവരുടെ മേശപ്പുറത്ത് ഇരുന്ന് മാത്രം എഴുതുക, സ്ഥലം സന്ദർശിക്കുകയോ ഇവിടുത്തെ പ്രദേശത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ പഠനവും നടത്താതെ അവർ ഈ അനുമതികൾ നൽകുകയായിരുന്നു. പ്രദേശത്ത് തൊട്ടടുത്ത വീടുകളെല്ലാം ആശങ്കയിലാവുകയും അവരെല്ലാം ഒരു തുച്ഛമായ എമൗണ്ടുകൾ കൊടുത്ത് വാങ്ങുകയും തുടർന്ന് അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു മലയുടെ 2 ചെരുവിലായിട്ട് 100 കണക്കിന് വീടുകൾ, അതായത് ഒരു കോളനി ഉൾപ്പെടെ, ഈ കോളനിയിൽ 110 കുടുംബങ്ങളുണ്ട്. ഈ 110 കുടുംബങ്ങളിൽ ഏകദേശം മിക്കവാറും കുടുംബങ്ങളും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വീടുകൾ നിർമ്മിച്ച് അവർ അവിടെ ജീവിച്ചു വരികയാണ്. അവരുടെ കൃഷിസ്ഥലങ്ങളും അവരുടെ ജീവിതമാർഗങ്ങളും എല്ലാം ആ കോളനിയിൽ നല്ല രീതിയിൽ വിപുലപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലാണിത്. തൊട്ടിപ്പുറത്ത് കുഴിയം മേഖലയിൽ അവിടെയും ഒരു 80-85 കുടുംബങ്ങൾ ഒരു പഞ്ചായത്ത് റോഡിനോട് സമീപത്ത് വീടുകൾ വെച്ച് താമസിച്ചു വരുന്നു. ഈ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ ജനവാസ മേഖല ഈ പാറഖനനം ആരംഭിച്ചത്. അന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവുകയും ജനങ്ങൾ വളരെ ആശങ്കയിലാവുകയും റോഡുകളെല്ലാം നശിച്ച് അവരുടെ കുടിവെള്ള പദ്ധതികളെല്ലാം നശിച്ച് കല്ലുമല കുഴിയം പദ്ധതി, ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. അതിന് ജലം എടുക്കുന്നത് കുഴിയത്തെ പമ്പ് ഹൗസിൽ നിന്നാണ്. ഈ പമ്പ് ഹൗസിലുള്ള പമ്പിംഗ് ലൈനും വിതരണ ലൈനും എല്ലാം ഈ പഞ്ചായത്ത് റോഡിലൂടെ കടന്നു പോകുന്നു. അതെല്ലാം താറുമാറായി ആകെ റോഡും കുളവും ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയും അതോടൊപ്പം തന്നെ ശക്തമായ എതിർപ്പ് ഉണ്ടാവുകയും ഖനനം നിർത്തിവെക്കുകയും ചെയ്തു. കൂടാതെ നിരവധിയായ പരാതികൾ പോയിൻ്റെ കൂട്ടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ ഒരു അന്വേഷണമുണ്ടായി. ശാസ്ത്രീയമായ പഠനം നടത്തണം എന്ന ഒരു നിർദ്ദേശമനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി നിന്ന് 3 ശാസ്ത്രജ്ഞന്മാർ പ്രദേശത്ത് വരികയും അവർ വരുമ്പം തന്നെ ഇവിടെ ചെറിയ തോതിൽ ഖനനം നടക്കുന്നു. അവർ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഖനനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെ ഒരു മേഖലയിൽ അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥരാരാണോ അവരെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് നിലവിലിരിക്കുമ്പോഴാണ് വീണ്ടും ഈ പാറഖനനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത്. ഇപ്പോൾ 2024 ആകുമ്പോൾ ഈ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ കല്ലുമല കോളനിയിലൂടെ ഒരു റോഡ് വെട്ടി അതിലൂടെ കടന്നു വരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഏതു വിധയും ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ വയനാട് നടന്ന സംഭവം നമുക്കറിയാം. അപ്പം പുത്തുമലയും പിന്നെ കവളപ്പാറയും ഒന്നും തന്നെ ഈ കല്ലുമലയിൽ നിന്ന് വളരെ ദൂരത്തിലല്ല, കല്ലുമല അതിൽ നിന്നും വളരെ ദൂരത്തിലുമല്ല. അപ്പോൾ ഏത് സമയവും കൊല്ലം ജില്ലയിലും ഒരു വയനാടും പുത്തുമലയും ചൂരൽമലയും എല്ലാം ആവർത്തിക്കും എന്നുള്ള സാഹചര്യത്തിലാണ്. ഇപ്പോൾ തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായ പാറഖനനത്തിനുള്ള അനുമതികൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന വ്യാപകമായ ഒരു പരാതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മനുഷ്യജീവന് വില നൽകുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് നൽകേണ്ടത്. ഈ ഖനനാനുമതികൾ നൽകുന്നതിന് മുമ്പ് അതിന് വേണ്ട വിധത്തിലുള്ള പഠനം നടത്തി അത് ആ പ്രദേശത്തിന് യോജിച്ചതാണോ ഇല്ലയോ എന്ന് കണ്ടിട്ട് വേണം നൽകാൻ. ഒന്നുകിൽ മനുഷ്യരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ട് വ്യവസായം നടത്തുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിൽ വ്യവസായങ്ങൾ ഒഴിവാക്കുക. വ്യവസായം നടത്താൻ പറ്റിയ സ്ഥലങ്ങൾ കേരളത്തിൽ ഇനിയുമുണ്ട്, അത് കണ്ടെത്തി കൊടുക്കുക. ഓടി വന്ന് പെട്ടെന്ന് കൊല്ലത്തുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ വന്ന് പാറ പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവർ അന്വേഷിക്കുന്നത്. ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചിലവ് കൂടിയിരിക്കും. ഇതാകുമ്പോഴത്തെ എളുപ്പമുണ്ട്. പാവങ്ങളെ പറ്റിച്ച് അവർക്ക് എന്തെങ്കിലും തുച്ഛമായി കൊടുത്ത് അതൊക്കെ തട്ടിയെടുത്ത് ഇത് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കൂട്ടിരിക്കുന്ന ഭരണാധികാരികളും സംവിധാനങ്ങളുമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞിട്ട് കവളപ്പാറയിലും പിന്നെ അതുപോലെ തന്നെ ചൂരൽമലയിലും പുത്തുമലയിലൊക്കെ ശവങ്ങൾ പറക്കിയെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടു. നാളെ കുഴിയത്തെയും കല്ലുമലയിലെയും മനുഷ്യരുടെ ജീവൻ ഇത്തിക്കര ആറിൽ നിന്നും അതുപോലെ പിന്നെ MC റോഡിൽ നിന്നും നുള്ളിപ്പറക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ജനങ്ങൾ ജാഗ്രതയോടുകൂടെ തന്നെ ഇവിടെ കാത്തിരിക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി, അതിനെ തടയുന്നതിന് വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി
അതിന് പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി സദാ സന്നദ്ധരായി ഇവിടുത്തെ ജനങ്ങൾ ഉണ്ട്. ഇത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.